വളരെ വിചിത്രമായൊരു നിലപാടാണിത്. അതായത് ഒരു ആള് കാപ്പയുടെ ഭാഗമായി ജയിലിലാകുന്നു. കാപ്പ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് ഉപയോഗിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ഒരു ആളെ അദ്ദേഹത്തിന് ആവശ്യമായ ശുദ്ധീകരണ പ്രക്രിയ അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യകരമായൊരു കാര്യമാണിത്. ഇതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടാണ് കാപ്പയിൽ ഉൾപ്പെടുത്തി പോകുന്നത്. അത് പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത്. അത്രയും കാലം ഇദ്ദേഹം അകത്തിരിക്കട്ടെ എന്നുള്ള മട്ടിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് അങ്ങോട്ട് അറിയിക്കുകയാണ്, ഉപദേശ രൂപേണ അറിയിക്കുകയാണ്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഡീലിന്റെ മറ്റൊരു ഭാഗം വരുന്നത്. RSSും കോൺഗ്രസും RSSും UDFും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോ അങ്ങ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതും ഒരു വിചിത്രമായ കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്യുന്നു. കിട്ടേണ്ട താമസം ആഭ്യന്തര വകുപ്പ് അതിന് ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്നു. ഉദ്ദേശം വ്യക്തമാണല്ലോ. ഉദ്ദേശം വ്യക്തമാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കണം. ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ മനുഷ്യൻ പുറത്തു നിൽക്കാൻ പാടില്ല, സമൂഹത്തിനാകെ വലിയ ആപത്തുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് കൃത്യമായ ഡീല്. ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിന്റെ മറ്റു മാനങ്ങളും ഉണ്ട്. ആ മറ്റു മാനങ്ങൾ എല്ലാ തരത്തിലും RSSന്റെ BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ്. അപ്പൊ അങ്ങേയറ്റം താല്പര്യം അവർക്കുള്ളൊരു കേസിൽ അതിന്റെ ഭാഗമായി മാറാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ചിലരെല്ലാം പറയുന്നുണ്ടല്ലോ ഇവിടെ BJPയുടെ ഭരണമാണോ നടക്കുന്നത് സംശയമുണ്ട്. അപ്പോൾ അത് സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് 3 MLA-മാരെ ഉള്ളുവെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. അല്ല, UDF എന്ന് പറഞ്ഞാൽ ലീഗല്ലേ അതിൽ പ്രധാനം. കോൺഗ്രസും ലീഗും കൂടി ഉള്ളതല്ലേ UDF. ഇപ്പൊ UDFനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലീഗ് ഇങ്ങനെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിലേറിയതിനു ശേഷം പൂർണ്ണമായ സംഘപരിവാർ പാദസേവ എന്ന തരത്തിലേക്ക് അധപ്പതിക്കുകയാണ്.